ഹായ് ഡിയർ. കരിയർ റീഡിംഗ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ഇഷ്ടത്തോടു കൂടി ചെയ്യാനും വളരെ ക്രിയാത്മകമായിട്ട് ചെയ്യാനുമുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കഴിവ് കൂടി ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു പാഷൻ ഉണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളുടെ ഒരു കരിയറിൽ നിങ്ങൾക്കൊരു വീക്ക്നെസ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആ ഫാമിലി നിങ്ങളെ ആശ്രയിച്ചായിരിക്കാം നിലകൊള്ളുന്നത്. ഫാമിലിക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത്രയും ധനം കണ്ടെത്തേണ്ട ആവശ്യമുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ജോബിൽ നിൽക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ഓക്കെ ഡിയർ. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. ഈ ഒരു നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കത് തുടർന്നാലേ മതിയാവുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പാഷൻ്റെ പിന്നാലെ പോകണം, അത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പോസിബിൾ അല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ടാകാം. ഒരു 3 months നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ അവിടെ ചലഞ്ചസ് വന്നേക്കാം. നിങ്ങളുടെ നിലവിലുള്ള ജോബ് ആ ഒരു സാലറിയിൽ നിന്നും ഒരു സാലറി കുറഞ്ഞ ജോബിലേക്കോ കുറഞ്ഞ ജോബിലേക്ക് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചലഞ്ചസ് വരികയോ ചെയ്തേക്കാം. അതായത് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ നീഡ്സ് നിങ്ങൾക്ക് സാധ്യമാകാത്ത വിധം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാഷിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ക്യാഷ് ലഭിക്കാതെ വന്നേക്കാം. അവിടെ നിങ്ങളെ ഈ ഒരു ജോബിൽ നിന്ന് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ജോബിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജാണ്. അത്തരത്തിൽ നിങ്ങൾക്കൊരു അവസരം അവിടെ ഉണ്ട്. അതിലേക്കുള്ളൊരു മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ ഉണ്ടാകുന്ന ചലഞ്ചസ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ക്രിയാത്മകമായിട്ടുള്ള കഴിവ് അതിനെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാനുള്ളൊരു അവസരമായിരിക്കാം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ജോബ് നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു സമയത്ത് അതല്ലെങ്കിൽ ആ ജോബിൽ നിങ്ങൾക്ക് അത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു കഴിവ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയേക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കഴിവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവിനെ കൂടുതൽ നിങ്ങൾക്ക് നർച്ചർ ചെയ്ത് അല്ലെങ്കിൽ അതിലൊരു ഗ്രോത്ത് കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കാം. അപ്പോൾ ഒരു 3 months കുറച്ച് സ്ട്രഗിൾസ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്നും നിങ്ങൾ ആ ചലഞ്ചസ് ഫേസ് ചെയ്ത് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് നിങ്ങളുടെ ആ ഒരു കരിയറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു പുതിയൊരു തലത്തിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.